ഹലോ, ഞാൻ ശ്രീയ. എല്ലാവർക്കും എൻ്റെ ശ്രീസ് ഫൺ ബോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ ഇന്ന് മലയാളത്തിലാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പമായി വീട്ടിൽ പരിപ്പുവട ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. ഞാനല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, എൻ്റെ അമ്മയാണ്. ഞാനത് വീഡിയോയിലെടുത്ത് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം. പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാവപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് വേണ്ടത് കടലപ്പരിപ്പാണ്. 1 ഗ്ലാസ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് കടലപ്പരിപ്പിന് വേണമെങ്കിൽ നിങ്ങൾക്ക് 1/4 ഗ്ലാസ് തുവരപ്പരിപ്പും കൂടെ ചേർക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് വേണ്ടാന്നുള്ളവർക്ക് കടലപ്പരിപ്പ് മാത്രം ചേർത്തിട്ടായാലും ആക്കാം. പിന്നെ ഇതിൽ കട്ട് ചെയ്തിച്ച് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പച്ചമുളക് വേണം, ഉള്ളി വേണം, കറിവേപ്പില വേണം, പിന്നെ ഉപ്പ്, ഇഞ്ചി ചെറുതായി മുറിച്ചിട്ട് അതും ചേർക്കാം. പിന്നെ മുളക് പൊടി ചേർക്കണം എന്ന് വേണ്ടവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ചില്ലി ഫ്ലേക്സ് ആണ്, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് മാവെല്ലാം ഒരുപോലെ വരുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. പിന്നീട് എണ്ണ ചൂടാക്കാൻ വെക്കണം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഈ മാവ് ചെറുതായിട്ട് ബോൾസ് പോലെ ആക്കി ഇങ്ങനെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പരത്തി ഒരു ഷേപ്പ് വരുത്തിയിട്ട് എടുക്കണം. ഇതുപോലെ പരത്തി ഓരോന്നും പരത്തി എടുത്ത് വെക്കണം. എന്നിട്ട് ഓരോന്നായിട്ട് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ചും കൂടി ആവാനുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. ഇനി ഇത് നമുക്ക് എടുക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. തീ കൂട്ടിയിട്ട് വേണം കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വേണം. കടലപ്പരിപ്പ് നല്ല പോലെ മഷി പോലെ അരച്ചെടുക്കാൻ പാടില്ല. ചെറുങ്ങനെ കടിക്കാൻ കിട്ടണം. ഇനി ഞാൻ ഇതിന്റെ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഭയങ്കര ചൂട്, എന്നാലും എനിക്ക് കൊതി കൊണ്ട് നിൽക്കാൻ കഴിയില്ല. സൂപ്പർ, നല്ല ടേസ്റ്റ് കേട്ടോ. ശരിക്കും ഇത് ഭയങ്കര ക്രഞ്ചിയും ടേസ്റ്റിയുമാണ്. ഈവനിങ് സ്നാക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഒരു ഈവനിങ് സ്നാക്കിന് പറ്റിയൊരു ഫുഡാണിത്. ശരി കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ നിങ്ങളെ കാണാം. അപ്പോഴേക്കും ബൈ. നമുക്ക് എളുപ്പമായി ഫിൽം ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു